അധ്യായം 3. ആ വീക്കെൻഡിൽ അവരുടെ കമ്പനി വക ഒരു വൺ ഡേ ടൂർ പ്ലാൻ ചെയ്തു. വേദിക ആദ്യം ഒന്നും മടിച്ചെങ്കിലും ഓഫീസിലുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവളും ട്രിപ്പിൽ പങ്കുചേരാമെന്ന് തീരുമാനിച്ചു. വിവേക് സാധാരണയായി ഓഫീസ് ട്രിപ്പിനൊന്നും പോകാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അവനും വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് പകച്ചു. സ്ട്രിക്റ്റായ സിഇഒയുടെ കൂടെ എങ്ങനെ ട്രിപ്പ് ആസ്വദിക്കും? അതായിരുന്നു അവരുടെ ആദി. ശനിയാഴ്ച രാവിലെ എല്ലാവരും തന്നെ ഓഫീസിലെത്തി. ടൂറിസ്റ്റ് ബസ്സിൽ കയറി സീറ്റ് പിടിച്ചിട്ടു. സിഇഒയുടെ കൂടെ ഇരിക്കേണ്ടി വരരുത്, അതായിരുന്നു എല്ലാവരുടെയും ഉദ്ദേശം. എന്നാൽ ഇതൊന്നും അറിയാതെ അവസാനം വന്ന വേദികയ്ക്ക് വിവേകിന്റെ ഒപ്പമാണ് ഇരിക്കാൻ സീറ്റ് കിട്ടിയത്. ബസ്സിൽ വേദികയും വിവേകും ഒഴികെ മറ്റുള്ളവർ ഡാൻസും പാട്ടുമായി നല്ലപോലെ എൻജോയ് ചെയ്തു. എന്നാൽ എല്ലാ ആണുങ്ങളും മഹേഷിനെ പോലെ സെൽഫിഷ് അല്ല എന്നും കോട്ടും സ്യൂട്ടും ഇട്ട സ്ട്രിക്റ്റ് സിഇഒയുടെ ഉള്ളിൽ ഹൃദയവിശാലമായ ഒരു മനസ്സുണ്ടെന്നും വേദികയ്ക്ക് ആ ട്രിപ്പിലൂടെ മനസ്സിലായി. ഇടയ്ക്കൊക്കെ വേദികയുടെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ വിവേകിനോട് ഒന്നുമില്ല ആം ഓക്കെ എന്ന് പറഞ്ഞെങ്കിലും വിവേകിന്റെ ആത്മാർത്ഥത നിറഞ്ഞ ചോദ്യത്തിനു മുന്നിൽ അവൾ മനസ്സ് തുറന്ന് സംസാരിച്ചു. മനസ്സിലെ വിഷമവും ദേഷ്യവും കുടുംബത്തെ ഉപേക്ഷിച്ച് മഹേഷിനെ തിരഞ്ഞെടുത്തതിൽ ഉള്ള കുറ്റബോധവും എല്ലാം അവൾ വിവേകിനോട് പങ്കുവച്ചു. വിവേകുമായിട്ടുള്ള സംസാരം അവളിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കി. വിവേകിന്റെ ഉപദേശവും മറുപടിയുമെല്ലാം വേദികയുടെ ആത്മവിശ്വാസവും പ്രസരിപ്പും കൂട്ടുന്ന തരത്തിലായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അതുവരെ ആരും കാണാത്ത ഒരു വേദികയാണ് ഓഫീസ് സ്റ്റാഫുകൾ അന്ന് കണ്ടത്. ബസ്സിനുള്ളിൽ പാട്ടിനൊപ്പം ചുവടുവെക്കാൻ വേദികയും കൂടി. നല്ല സന്തോഷമായിരുന്നു അവളുടെ മുഖത്തുണ്ടായിരുന്നതപ്പോൾ. ട്രിപ്പ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ വിവേകിനോട് ഒരു നന്ദി പറയണമെന്നുണ്ടായിരുന്നു വേദികയ്ക്ക്. എന്നാൽ എന്തോ ഒന്ന് അവളെ പിന്തിരിപ്പിച്ചു. എങ്കിലും കാറിൽ കയറുന്നതിനു മുമ്പ് വേദിക പിന്നിലേക്ക് തിരിഞ്ഞ് വിവേകിനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് എന്തോ വായിച്ചെടുത്ത പോലെ വിവേക് ഒന്ന് പുഞ്ചിരിച്ചു. ഒരു ദിവസം വൈകുന്നേരം വേദിക ക്യാൻറ്റീനിൽ ഇരിക്കുകയായിരുന്നു. പതിവ് പോലെ വിവേക് അടുത്തുള്ള ഒരു ചെയറിലിരുന്നു. വേദിക, എനിക്കറിയാം താൻ ഒരു കൈപ്പേറിയ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്നതേ ഉള്ളൂ എന്ന്. എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. തന്നിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷേ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. താൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. വേദിക ഒരു നിമിഷത്തേക്ക് സ്തബ്ധയായി. വിവേക്, ഇയാൾക്കറിയാലോ, ആ ബ്രേക്കപ്പ് എന്നിൽ ഉണ്ടാക്കിയ ഒരു ചെറിയ ആഘാതമല്ല. പെട്ടെന്ന് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് എനിക്ക് എന്തോ... അവൾ സെന്റൻസ് മുഴുവിപ്പിക്കാതെ അവനെ നോക്കി. വിവേകിന് തന്നോട് ദേഷ്യം തോന്നുമെന്ന് വേദിക കരുതിയെങ്കിലും വിവേകിന്റെ റെസ്പോൺസ് മറിച്ചായിരുന്നു. എനിക്ക് മനസ്സിലാകുമടോ, താൻ ആവശ്യത്തിന് സമയമെടുത്തോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി കാറിന്റെ ഡോർ തുറക്കാൻ പോയ വേദിക ആരോ തന്റെ പേര് വിളിക്കുന്നത് കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. മഹേഷ്. വേദിക, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം, മഹേഷ് പറഞ്ഞു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ കാറിൽ കയറാൻ ഒരുങ്ങുകയായിരുന്നു വേദിക. മഹേഷിന്റെ ക്ഷമ നശിച്ചു. ദേഷ്യം വന്ന അവൻ വേദികയെ കാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടു. ബാലൻസ് തെറ്റി വേദിക തറയിലേക്ക് വീണു. അവളുടെ കൈമുട്ട് മുറിഞ്ഞു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ മഹേഷ് അവളെ പിടിച്ചുലച്ചു. ബലം പ്രയോഗിച്ച് അവന് പറയാനുള്ളത് കേൾപ്പിക്കാൻ ശ്രമിച്ചു. പൊടുന്നനെ എവിടെ നിന്നോ ബലിഷ്ടമായ ഒരു മുഷ്ടിപ്രഹരം അവന്റെ മുഖത്തേക്ക് വീണു. വിവേക്. വിവേകിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. എന്ത് ധൈര്യത്തിലാണ് നീ വേദികയുടെ ദേഹത്ത് കൈവച്ചത്? വിവേകിന്റെ ദേഷ്യം കണ്ട മഹേഷ് നന്നായി പേടിച്ചു. മഹേഷ് വേദികയോട് മാപ്പ് പറഞ്ഞു. ഇനി തന്റെ ഭാഗത്തുനിന്നും വേദികയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് വിവേകിന് ഉറപ്പുകൊടുത്ത് മനസ്സില്ലാ മനസ്സോടെ മഹേഷ് അവിടെ നിന്നും ഭാരിച്ച ഹൃദയത്തോടുകൂടി തിരികെ നടന്നു. മഹേഷിന്റെ പരാക്രമത്തിൽ മനസ്സുലഞ്ഞെങ്കിലും വിവേകിന്റെ പ്രവൃത്തി കണ്ട് വേദികയിൽ ഒരു ആശ്വാസം പകർന്നു. വിവേകിന്റെ സാമീപ്യത്തിൽ ഒരു സുരക്ഷിതത്വം വേദികയ്ക്ക് തോന്നിത്തുടങ്ങി. അത്രയും നേരം ദേഷ്യത്താൽ ചുവന്ന വിവേകിന്റെ മുഖം പെട്ടെന്ന് മാറി. അവന്റെ മുഖത്ത് കരുതലും വിഷമവും പ്രകടമായി. അവൻ വേദികയുടെ അടുത്തേക്കെത്തി. തനിക്കെന്തെങ്കിലും പറ്റിയോ? സ്നേഹത്തോടെ വിവേക് ചോദിച്ചു. ഹേയ്, ഒന്നും പറ്റിയില്ല, കൈമുട്ടി ചെറുതായൊന്നും മുറിഞ്ഞു, അത്രയേ ഉള്ളൂ. വിവേക് അവളെ തന്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ടുവന്നു. മുറിവിൽ ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്തു. വിവേകിന്റെ മൃദുലമായ പരിചരണം വേദികയിൽ ഒരു ആത്മനിർവൃതി ഉണർത്തി. അവൾ സ്നേഹത്തോടെ വിവേകിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. വേദികയുടെ നോട്ടം വിവേകം ശ്രദ്ധിച്ചു.
ഇടയ്ക്കെപ്പോഴോ അവരുടെ കണ്ണുകൾ ഉടക്കി. വിവേക് ചോദിച്ചു, ഇപ്പോഴും ആ നോയിൽ തന്നെയാണോ? അല്ല എന്നുള്ള അർത്ഥത്തിൽ അവൾ തലവെട്ടിച്ച് ഒന്ന് ചിരിച്ചു. പതിയെ നാണത്തോടെ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു, ഐ തിങ്ക് ഐ ഇൻ ലവ്. ആ ഓഫീസ് മുറിയിൽ പ്രണയത്തിന്റെ ഗന്ധം നിറഞ്ഞു. അതൊരു തുടക്കമായിരുന്നു, വേദികയുടെയും വിവേകിന്റെയും ജീവിതത്തിലെ നല്ല നാളുകളുടെ തുടക്കം.